ഗൈസ് ഫൈനലി വിക്ടോറിയൻ്റെ ഉള്ളിലിപ്പോൾ കയറി ഇവിടെ കുളിച്ചിട്ട് അതൊക്കെ ട്രെയിനിൽ കയറിയിട്ട് ഒക്കെ പോവും മൊത്തം. പിന്നെ ഇതാണ് ഹൗറ ബ്രിഡ്ജ് ഗൈസ്. മണ്ണൻ്റെ അടി കൂടെ പോകുന്ന ഈ മെട്രോ. ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് ഞാൻ മെട്രോയിൽ കയറിയിട്ട് കൊൽക്കത്ത പോകും. മെട്രോ ഏത് മെട്രോ അറിയോ? മണ്ണൻ്റെ അടി കൂടെ ഈ മെട്രോ പോകും. അത് നിങ്ങളുടെ കാണിച്ചു തരാം. മെട്രോയിലേക്ക് കയറാം. മെട്രോ എത്തി രാഷ്ട്രീയ തരാം കണ്ടോ ഗൈസ്. നമ്മളുടെ ഇന്ത്യയിലെ കൊൽക്കത്തയിലെ മാത്രം ഈ മണ്ണൻ്റെ അടിക്കൂടെ ഈ മെട്രോ ഉണ്ട്. ഇപ്പോൾ ഈ മെട്രോ മുകളിലുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് മണ്ണൻ്റെ അടിക്കൂടെ പോകും ഗൈസ്. ഗൈസ് ഇതാണ് ഇപ്പോൾ മണ്ണൻ്റെ അടിക്കൂടെ പോകുന്ന ഈ മെട്രോ. ഇതാണ് ഗൈസ്. ലൈറ്റ് മാത്രം കാണണ്ട്, ബാക്കിയൊക്കെ ഇരുട്ടു ഗൈസ്. ഇപ്പോൾ മൈതാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി മണ്ണൻ്റെ അടിയിലെ അത് റെയിൽവേ സ്റ്റേഷൻ കണ്ടോ. ഇതാണ് മൈതാൻ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ മെട്രോയിൽ ഇപ്പോൾ വന്നിട്ട് ഇറങ്ങി. ഇതാണ് കണ്ടോ ഈ റൂട്ട്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇതാണ് മണ്ണൻ്റെ ആടിക്കൂടെ റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ ഇപ്പോൾ വന്ന് ഇപ്പോൾ ഞാൻ മുകളിൽ കയറാം. റെയിൽവേ സ്റ്റേഷനിൽ ഞാനിപ്പോൾ മുകളിലെത്തി. ഇവിടെ ഭയങ്കര ചൂട്. മുകളിലെത്തിയിട്ട് ഭയങ്കര ചൂട്. പിന്നെ ഇപ്പോൾ ഞാൻ വിചാരിച്ച് അത് വിക്ടോറിയയിൽ പോവാം. വിക്ടോറിയ പാർക്കിലേക്ക് ഗൈസ്. അടിപൊളി നല്ല വ്യൂ. ആ വ്യൂവിൽ പോവാ നിങ്ങൾ കാണിച്ചു തരാം. പിന്നെ എൻ്റെ ബാക്ക് സൈഡിൽ കണ്ടോ ഒരു പ്രതിമ, ഒരു അടിപൊളി പ്രതിമ. ഇതാണ് കണ്ടോ. ഈ ബംഗ്ല ഭാഷ, നമ്മളുടെ ബംഗ്ല ഭാഷ ഉണ്ടാകാൻ സമയത്ത് അത് ഇവൻ ഭയങ്കര ഒരു സഹായം ആൾക്കാരുണ്ട് ഇനി ബംഗ്ല ഭാഷ ഉണ്ടാക്കാൻ. പിന്നെ എങ്ങനെ മരിച്ചു പോയി അത് അറിയില്ല. ഇതാണ് പ്രതിമ. ജൂമാക്കാൻ കുറച്ച്. ഇതാണ് ഗൈസ്. പിന്നെ ഗൈസ് ഒന്നുകൂടി അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പ്രതിമ ഉണ്ട്. ഇന്ദിരാഗാന്ധിജി. ഇതാണ് കണ്ടോ ഇന്ദിരാഗാന്ധിജീൻ്റെ പ്രതിമ. ഒരു വലിയ ഒരു പ്രതിമ. ഇതാണ് കണ്ടോ. ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വിക്ടോറിയയിലേക്ക് പോവാം. വിക്ടോറിയ. ഇതാണ് 60 രൂപയുണ്ട് ചൗമീൻ കണ്ടോ. ഭയങ്കര വലിയ പ്ലേറ്റ്. ഇതാ വലിയ പ്ലേറ്റിൻ്റെ 60 രൂപയുണ്ട് ചൗമീൻ. ഇതാണ് ഗൈസ് വിക്ടോറിയൻ്റെ അടുത്ത് അടിപൊളി കുതിര വണ്ടി കണ്ടോ. കുതിര വണ്ടി ഭയങ്കര പഴയ നിയമം. രാജാവുണ്ട് ഇനി ആ ടൈമിന് ഈ കൊൽക്കത്തൻ്റെ നിയമം അങ്ങനത്തെ പോലെ കുതിര വണ്ടിയിലെ കരങ്കന. ഇതാണ് കണ്ടോ ഗൈസ്. ഫൈനലി ഇപ്പോൾ 30 രൂപയുണ്ട് ടിക്കറ്റ് എടുത്ത് ഇപ്പോൾ നമ്മൾ വിക്ടോറിയയിലേക്ക് കയറാം. അടിപൊളി ഒരു വ്യൂ നിങ്ങളുടെ കാണിച്ചു തരാം. ഓക്കെ അല്ലേ? ഫുൾ ദിവസം ഇപ്പോൾ നിൽക്കാം. ഇതാണ് വിക്ടോറിയൻ്റെ പുറത്ത് കണ്ടോ. ये अलाउ नहीं है लेकिन वो बोला अलाउ. ഗൈസ് ഫൈനലി വിക്ടോറിയൻ്റെ ഉള്ളിൽ ഇപ്പോൾ കയറി. ഫസ്റ്റ് അത് ഇതിൻ്റെ DJI ക്യാമറ ഉണ്ടായിന്. ആ DJI ക്യാമറ ഞാൻ എടുത്തിട്ട് വരുമ്പം ആൾക്കാർ പറഞ്ഞാൽ എടുക്കാൻ കഴിയൂല, അത് വീഡിയോ എടുക്കാൻ കഴിയൂല. ഞാൻ DJI ക്യാമറ എടുത്തിട്ട് എവിടെയെങ്കിലും പോയില്ലേ ചെറിയ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിനി. എവിടെയെങ്കിലും അത് DJIയിൽ ക്യാമറ ഷൂട്ട് ചെയ്യാൻ കഴിയൂല. മെട്രോയിൽ കഴിയൂല. നല്ല സ്ഥലത്ത് നമ്മൾ കഴിയൂല. അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് ബ്ലോഗ് ചെയ്യാൻ ബെസ്റ്റ് നല്ലതാ, ഏറ്റവും നല്ലതാ ഐഫോൺ. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ക്യാമറ വാങ്ങൂല. നെക്സ്റ്റ് ടൈം ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ വാങ്ങൂല. ഞാൻ വാങ്ങും അത് ഫോൺ വാങ്ങും, ഐഫോൺ വാങ്ങും. കാരണം ക്യാമറ എല്ലാ സ്ഥലത്തും അലാവില്ല. ഗൈസ് ഇതിൻ്റെ ബാക്കിൽ കണ്ടോ ഒരു പ്രതിമ ഉണ്ട്. ഇതാണ് ഗൈസ് കണ്ടോ. ഈ പ്രതിമ ഇംഗ്ലണ്ടിൻ്റെ റാണി ഉണ്ട് ഇനി ഗൈസ്. ഈ റാണിന്റെ പേര് വിക്ടോറിയ. 63 വർഷം റാണി ഉണ്ട് ഇനി. ഈ വിക്ടോറിയ 18 വയസ്സിലെ റാണിയായി. വിക്ടോറിയ മരിച്ചുപോയ ശേഷം വിക്ടോറിയ മെമ്മോറിയൽ നിർമ്മിച്ചത്. നമ്മളുടെ ഇന്ത്യ ഒരു പ്രാവശ്യം ഈ ബ്രിട്ടീഷ് വിക്ടോറിയന്റെ കയ്യിലെ ഉണ്ട് ഇനി. പിന്നെ ഗൈസ് ഇവിടെ തിങ്കളാഴ്ച എത്തിയിട്ട് ഞാൻ മനസ്സിലായി ഇവിടെ തിങ്കളാഴ്ച മാത്രം ഇതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയൂല. ഈ വിക്ടോറിയൻ്റെ ഉള്ളിൽ ഇപ്പോൾ തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നാൽ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് കറങ്ങിയിട്ട് ഒക്കെ എൻജോയ് ആക്കാൻ കഴിയും. പക്ഷേ നമുക്ക് അറിയില്ലല്ലോ നമ്മളുടെ നാട്. പക്ഷേ നമുക്ക് അറിയില്ല തിങ്കളാഴ്ച ഇതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയൂല. ഇതാണ് ക്വീൻ വിക്ടോറിയൻ്റെ ബാക്ക് സൈഡ്. ഇതാണ് കണ്ടോ.
പിന്നെ നിങ്ങളുടെ ഇവിടെ കുറേ സാധനം അലാവില്ല, നിങ്ങൾ നോക്കിക്കോ, ഇവിടെ തന്നെ ഒക്കെ ഉണ്ട് ഗൈസ്. വിക്ടോറിയ കറങ്ങിയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങി ഇപ്പോൾ കുറച്ച് റേസ് എടുക്കുക, കാരണം ഭയങ്കര കൊയങ്ങി പോയി. ഇപ്പോൾ കുറച്ച് റേസ് എടുത്തിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോവാം. ഗൈസ് ഇപ്പോൾ കുറച്ച് റേസ് എടുത്ത് വെള്ളം കുടിച്ച് പിന്നെ ഹൗറയിലെത്തി ഗൈസ്. ഇതാണ് ഹൗറ ബസ് സ്റ്റാൻഡ്, ഇതാണ് ഹൗറ ബ്രിഡ്ജ്. കണ്ടോ, ഇതിൻ്റെ അടിയിൽ പോവാം. ബ്രിഡ്ജിൻ്റെ അടിയിൽ നിങ്ങൾ കാണിച്ചു തരാം. അടിയിൽ ഒരു സപ്പോർട്ടില്ല, ഹൗറ ബ്രിഡ്ജിൻ്റെ അടിയിൽ. ഇതാണ് ഗൈസ്, ഇതാണ്. ഇവിടെ ഹോട്ടലുണ്ട്, വലിയ വലിയ ഹോട്ടൽ അല്ലേ. ഹൈ, ഇതാണ് ഗൈസ്. അവിടെ പോയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. അവിടെ മൊത്തം ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഇതാണ് കുളിപ്പരിപാടി. ഈ ഹൗറ ബ്രിഡ്ജിൻ്റെ അടിയിൽ ഓരോ സപ്പോർട്ടില്ലേ, ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചോ, കണ്ടോ, ഇപ്പോൾ ഇവിടെ എല്ലാ ആൾക്കാരും കുളിക്കുന്നുണ്ട്. കാരണം ഈ ആൾക്കാർ മൊത്തം അത് ചില ആൾക്കാർ പോവും കേരള, ചില ആൾക്കാർ പോവും അത് ദില്ലി, ചില ആൾക്കാർ പോവും ബൊംബായി. ഇവിടെ കുളിച്ചിട്ട് അതൊക്കെ ട്രെയിനിൽ കയറിയിട്ട് ഒക്കെ പോവും മൊത്തം. പിന്നെ ഇതാണ് ഹൗറ ബ്രിഡ്ജ് ഗൈസ്. കുറേ അടുത്തന്നെ ഹൗറ ബ്രിഡ്ജ് നിങ്ങൾ കഞ്ചി കൊടുത്ത്. ഇപ്പോൾ നിങ്ങൾ ലൈക്ക് കമൻറ്റ് ഷെയർ ആക്കാല് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഹൗറ ബ്രിഡ്ജിൻ്റെ മുകളിൽ നടന്നു പോയിട്ട് നിങ്ങളുടെ അടിപൊളിയാക്കിയിട്ട് അടുത്തന്നെ നിങ്ങളുടെ കഞ്ചി തരാം. ഓക്കെ അല്ലേ? നമ്മൾ ഹൗറ ബ്രിഡ്ജിലെ മുകളിലേക്ക് കയറാം ഗൈസ്. ജാസ്തി ദുർഗന്ധം ഇവിടെ. എന്തെന്നറിയോ, എൻ്റെ ബാക്ക് സൈഡിൽ കണ്ടോ, ഒക്കെ നാസ കുസ താർ മാറായി. എന്താ ചെയ്യാ, ഓ നോക്കണ്ട, ഒക്കെ ശരിയാവും ഗൈസ്. ഇപ്പോൾ ഹൗറ ബ്രിഡ്ജിലെ കയറി. ഇതാണ് ഗൈസ് ഹൗറ ബ്രിഡ്ജ്. ഇപ്പോൾ അടിപൊളിയാക്കിയിട്ട് കറങ്ക നിങ്ങളുടെ കഞ്ചി തരാം കേട്ടോ. ഭയങ്കര തിരക്കാവില്ല ഹൗറ ബ്രിഡ്ജ്. ഇതാണ് ഇതിൻ്റെ പേരെന്തായാലും. ഓ കിतना करके है वाला, ये कितना करके लेने आएगी वीडियो ഗൈസ്. ആൾക്കാർ പറയുന്നുണ്ട് വീഡിയോ എടുത്താലേ പറയില്ല, പ്രശ്നമില്ല. കൊൽക്കത്ത ആൾക്കാരെ അങ്ങനെ. ആ കൊൽക്കത്തയിലെ കുറേ ആൾക്കാർ ബിഹാരി ആൾക്കാരുണ്ട് ഇവിടെ. ഈ ഹൗറയിലെ കൊൽക്കത്തയിലെ 2 ഭാഷ ഉണ്ട്, ഹിന്ദി ബാംഗ്ല ഭാഷ. കൂടുതലാണ് ഹിന്ദി, എല്ലാ ആൾക്കാരും ഹിന്ദി സംസാരിക്കും ഈ കൊൽക്കത്തയിലെ. പക്ഷെ നമ്മളുടെ അത് ഗ്രാമത്തിലെ നമ്മളുടെ ബാംഗ്ല ഭാഷ. ഇവിടെ തന്നെ കൊൽക്കത്ത വന്നാലേ ഹിന്ദി. ഇതാണ് ഗൈസ് ഹൗറ ബ്രിഡ്ജ്. നിങ്ങൾ ഹൗറ ബ്രിഡ്ജ് നോക്കിക്കോ, ഒരു അടിപൊളി ഒരു വ്യൂ ഗൈസ്. ഇതാണ് പപ്പായ. ഇതാണ് ഗൈസ് പപ്പായ, 10 രൂപ ആക്കിയിട്ട്. ഹായ് കേസാ ഭായ്, പപ്പായ വിൽക്കുന്നുണ്ട് 10 രൂപ ആക്കിയിട്ട്. ഇതാണ് അക്ക ബാരിക്കേഡ് കെട്ടി വെച്ച്, കണ്ടോ, കമ്പി കെട്ടി വെച്ച് വലിച്ചിട്ട്. കാരണം ഇവിടെ തന്നെ ആൾക്കാർ ചാടും അങ്ങനെ, അതുകൊണ്ടാ അക്ക ഒരുങ്ങുന്നുണ്ട്. കണ്ടോ ഗൈസ്, ഇതാ എന്ത്, ഇതാണ് ചെറിയ കാളിപ്പാട്ടം. കണ്ടോ, ഇതാ ഹൗറ ബ്രിഡ്ജിൻ്റെ മുകളിൽ. ഇതാണ് ഹൗറ ബ്രിഡ്ജ്. കണ്ടോ വ്യൂ, കണ്ടോ, ഒരു അടിപൊളി വ്യൂ. ഇതാണ് ഭയങ്കര സന്തോഷം. മഴ വരും കുറച്ച് കഴിഞ്ഞിട്ട്. മഴ പെയ്താലേ ഇവിടെ കഴിയൂല, നിൽക്കാൻ ഒരു സ്ഥലമില്ല. ഒക്കെ മഴ പെയ്തു നനിപ്പോവും. ഇതാണ് ഹൗറ ബ്രിഡ്ജിൻ്റെ മുകളിൽ. കണ്ടോ, ഇതാവല്ലേ സിസ്റ്റം. ഇതാണ് ഞാൻ കോയെങ്കിൽ ഗൈസ് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ രാവിലെ എവിടെ രാവിലെ 7 മണിക്ക് കൊൽക്കത്തയിൽ എത്തിയിട്ട് കറങ്ങിയിട്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനാണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാർ വിചാരിക്കും വീഡിയോ എടുക്കുക അപ്ലോഡ് ചെയ്യുക ജാസ്തി പൈസ. അങ്ങനെയല്ലേ ഗൈസ്, ഭയങ്കര ഒരു റിസ്ക് ഉള്ള പണി ഈ വീഡിയോ എടുക്കണം, ഭയങ്കര റിസ്ക്.
നമ്മൾ നല്ല നല്ല വീഡിയോ എടുക്കുക അത് മാത്രം അപ്ലോഡ് ചെയ്യും. നമ്മളുടെ എത്ര ബുദ്ധിമുട്ടുണ്ട് അത് നമ്മൾ ചെയ്യൂലല്ലോ. എത്ര ആൾക്കാർ തെറി പറയും, എത്ര ആൾക്കാർ ഇൻഷാട്ട് ആക്കും, ഇൻഷാട്ട് എന്താ പറയുക, പോയിക്കോ അങ്ങനെ പറയും. പ്രശ്നമില്ല, പക്ഷെ മുബാറക്ക് വരെ വീഡിയോ എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ബാക്കി ലൈഫ് ഞാൻ വീഡിയോ എടുത്തിട്ട് എൻ്റെ ലൈഫ് ഒക്കെ ഞാൻ മരിച്ചു പോകും. എൻ്റെ ഭയങ്കര ആഗ്രഹം എല്ലാ കറങ്ങും, എല്ലാ ഇന്ത്യ മൊത്തം കറങ്ങും, ഇന്ത്യൻ്റെ പുറത്ത് കറങ്ങും, എല്ലാ സ്ഥലം കറങ്ങും. അങ്ങനെ കുറേ ആഗ്രഹമുണ്ട് ഗൈസ്. നിങ്ങൾ കുറച്ച് മുബാറക്ക് സപ്പോർട്ട് ആക്കാം, കാരണം നിങ്ങളുടെ സപ്പോർട്ട് വേണം, ഇല്ലെങ്കിൽ മുബാറക്ക് ഒന്നും കഴിയൂല. ഇതാണ് ഗൈസ് അടിപൊളി ചെറിയ ചെരുപ്പ് ഉണ്ട് കണ്ടോ, ചെരുപ്പ്. ഹായ്, പേര് നാം ക്യാ ഹൈ? ലിയോ. ലിയോ ലിയോ ഓ बहुत अच्छा है, क्यूट. ओके थैंक यू. हमारा लियो को 100 रुपए मार दो, ध्यान रखो. ओके 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 थैंक यू. ओके हाँ ब्लॉग वो മുബാറക് ഭായ് ബ്ലോഗ്സ് മലയാളി ആ ഗൈസ് ഇന്ന് എത്ര ഉള്ളൂ. പിന്നെ കാണാം നെക്സ്റ്റ് വീഡിയോയിൽ. ഈ വീഡിയോ കുറിച്ച് നല്ല ഉണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആക്കിയിട്ട് എൻ്റെ കൂടെ നിൽക്കുക. ഓക്കെ ടാറ്റ ബൈ ബൈ, ലവ് യു ആൾ.